ഹായ് ഹലോ ഇന്നൊരു നാടൻ രീതിയിലുള്ള മുരിങ്ങയില കറി എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അതിനായിട്ട് 2 കൈപ്പിടി മുരിങ്ങയില ഇതുപോലെ നേരാക്കിയിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയൊരു മൺചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. പിന്നീട് 5 ചെറിയുള്ളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളക് ചെറുതായി കട്ട് ചെയ്തിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയൊന്ന് വഴറ്റിയെടുത്തിട്ട് ഇതുപോലെ ഒന്ന് കളറ് ചേഞ്ചായി വരുമ്പോൾ നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കിയ മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. മുരിങ്ങയില ചേർത്ത് കൊടുത്താൽ പിന്നെ 2-3 മിനിറ്റ് നേരം ഇളക്കി കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോഴേക്കും മുരിങ്ങയിലൊക്കെ നമുക്ക് നല്ല പോലെ തന്നെ വഴന്ന് വരും. അതുപോലെ തന്നെ നമുക്ക് മുരിങ്ങയിലയുടെ ക്വാണ്ടിറ്റി ഒന്ന് കുറഞ്ഞ പോലെ തോന്നും കേട്ടോ. അപ്പോൾ നമുക്ക് എത്രത്തോളം കറി വേണോ അതിനനുസരിച്ച് നമുക്ക് മുരിങ്ങയില കൂട്ടിയെടുക്കാം കേട്ടോ. 2 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ മുരിങ്ങയിലൊക്കെ കണ്ടില്ലേ എത്രത്തോളം കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു കറിയിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കേണ്ടതുണ്ട്. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂണ് നല്ല ജീരകമാണ് കേട്ടോ, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ അരച്ചെടുക്കാം. ഇനി ഒരു അരപ്പ് നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ അരപ്പ് നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയം തന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കറിയിലേക്ക് നമുക്ക് ഇനി തൈര് ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ കറി ഒന്ന് തിളക്കണതിൻ്റെ തൊട്ട് മുമ്പായിട്ട് നമുക്ക് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഒരു 5 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. തൈരിൻ്റെ കട്ടകളൊക്കെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഉടച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു സമയം തന്നെ നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ മുരിങ്ങയില കറി. താളിച്ചിട്ട് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഇനി താളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യാം. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ബൈ.